ഹലോ ഗൈസ്, ഈദ് മുബാരക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈദ് സ്പെഷ്യൽ അറബിക് ഡെസേർട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു ബ്രെഡ് പുഡിംഗ് ആണ്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. സോ നമുക്കതിൻ്റെ ക്വിക്ക് റെസിപ്പി നോക്കാം, എന്നിട്ട് അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും വാനില എസൻസും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം തണുപ്പിക്കാൻ വെക്കണം. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഈ 3 ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് നന്നായി തണുത്ത ശേഷം ഒരു പാത്രത്തിൽ നമ്മൾ 2 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നന്നായി ചൂടാവണം. ആ ടൈമിൽ നമ്മൾ ആവശ്യത്തിനുള്ള കസ്റ്റേർഡ് പൗഡറിൽ കുറച്ച് പാലെടുത്ത് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി ഈ ചൂടായ പാലിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് ഒരുപാട് കുറുകേണ്ട ആവശ്യമില്ല, ഒരു പാകത്തിനുള്ള കുറുക്കം, ഏകദേശം ഒരു ഈ കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുക്കുക, അതിൽ ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ മേലെ ഈ കസ്റ്റേർഡ് നന്നായി ഒഴിക്കുക. ചൂടോടെ തന്നെ നമ്മൾ ഈ കസ്റ്റേർഡ് ഒഴിക്കാൻ ശ്രമിക്കണം, അപ്പോഴേ ഈ ബ്രെഡ് പീസസ് നന്നായി സോക്കാവുള്ളൂ. അപ്പോൾ കസ്റ്റേർഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിക്കുക. അതിൻ്റെ മേലെ ഈ ഫ്രഷ് ക്രീം കണ്ടൻസ്ഡ് മിൽക്ക് വാനില എസൻസിൻ്റെ മിക്സ് ഒഴിക്കുക. അതിൻ്റെ മേലെ ക്രഷ്ഡ് നട്ട്സ് ഇടുക. ഞാനിവിടെ ആൽമണ്ട്സും പിസ്താഷ്യോസും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യുക. അതേപോലെ ബ്രെഡ് ആഡ് ചെയ്യുക, കസ്റ്റേർഡ് നന്നായി ഒഴിക്കുക, ഫ്രഷ് ക്രീം ഒഴിക്കുക, പിന്നെ അതിൽ ഗെയിൻ നട്ട്സ് ആഡ് ചെയ്യുക. അതിൻ്റെ മേലെ ഇതുപോലെ നമ്മുടെ പാത്രത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ ഈ ലെയേഴ്സ് ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു മിനിമം 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ആവാൻ വെക്കണം. അങ്ങനെ സെറ്റ് ആയി കഴിഞ്ഞ ശേഷം ഇത് ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്പൂണിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ബ്രെഡാണെന്ന് മനസ്സിലാവണില്ല, പിന്നെ ഒരുപാട് മധുരമില്ല, ആവശ്യത്തിന് മധുരം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എന്തായാലും ബാക്കിയുള്ളവർക്കും കൂടെ ടേസ്റ്റ് ചെയ്യാൻ കൂടെ നോക്കട്ടെ. യെസ് മമ്മി. യെസ് അളിയ, പ്ലീസ്. Moment of truth. കുഴപ്പമില്ല, സത്യം പറഞ്ഞാൽ മതി. കുഴപ്പമുണ്ട്? അല്ല കുഴപ്പമില്ല. മിൽക്ക് മെയ്ഡ് കുറച്ചിങ്ങനെ കുറവാണോ? നല്ല കൂടിയൊക്കെ ഉണ്ട്. അതിന്റെ ടേസ്റ്റ് വേണ്ടേ? ഞാൻ കട്ട് ചെയ്യൂ കേട്ടോ. താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്, റെസിപ്പി അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയത് വേണമെങ്കിൽ കുറച്ചും കൂടെ കസ്റ്റേർഡ് കൂടുതൽ ആഡ് ചെയ്യാം എന്നൊരു പുതിയൊരു അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് ഞങ്ങൾ അധികം ആഡ് ചെയ്തിട്ടില്ല, കാരണം ആർക്കും അത്ര മധുരം ഇഷ്ടമല്ല. ബട്ട് റെസിപ്പി അടിപൊളിയാണ്, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.